സാംസ് 102 വേഴ്സ് 4, 4-ാമത്തെ വാക്യം. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഭക്ഷണം കഴിക്കാൻ എനിക്ക് എന്താണ്, ഐ നെവർ വാണ്ട് ടു ടേക്ക് ഫുഡ്. I'm not renouncing, I'm not abstaining from food, but I fail to take food. ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നതായ ഒരു സ്റ്റേജ്. കാരണം അതുപോലെ വേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അപ്പോൾ പല സമയത്ത് നമുക്ക് ഫാസ്റ്റിംഗ് ഉണ്ടാകും. ഇപ്പൊ നെഹമയായുടെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ വയ്യാത്തതുപോലെയുള്ള ദുഃഖം അവന്റെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തകളിലുണ്ട്. കാര്യം അവനെ മഥിക്കുന്നതായ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ യെരൂശലേമിന്റെ യഥാസ്ഥാപനം എന്നുള്ളതാണ്. ഇതുപോലെ യെരൂശലേമിന്റെ യഥാസ്ഥാപനത്തെ കുറിച്ചുള്ള വലിയ അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് റിയൽ ഫാസ്റ്റിംഗ്. അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത്. കാര്യം അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്തുണ്ട്, അവന് വേദനയുണ്ട്. ദൈവം ആ വേദനയെ കാണുന്നു. 69-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ, ഞാൻ കരഞ്ഞു, ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അത് എനിക്ക് നിന്നയായി തീർന്നു, അതും എനിക്ക് നിന്നയായി തീർന്നു. ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, ഉപവാസത്താൽ ഞാൻ കരഞ്ഞ്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയാം. ഭക്ഷണം കഴിപ്പാൻ ഇപ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ 12-ാം അധ്യായം 15 മുതൽ 17 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ദാവീദ് തന്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവനോട് ഭക്ഷണം കഴിക്കാൻ അവന്റെ സഹോദരന്മാരും അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഐ കനോട്ട് ഈറ്റ്, എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയത്തില്ല. എസ്തേറിന്റെ കാലത്ത് ഒരു ഉപവാസം ഉണ്ടായി. എന്താ കാരണം? അവർ ജീവഭയം യഹൂദന്മാരോട് പറഞ്ഞു, നാളെ ഈ സമയത്ത് നിങ്ങളുടെ ജീവൻ ഉണ്ടാകത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്ക്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചില്ല. എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല? കാര്യം അവരുടെ മുമ്പിലെ പ്രതിസന്ധി കണ്ടിട്ട് അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ്. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധിയുടെ രൂക്ഷതയിൽ ഒരു ക്രൈസിസ് ഫാസ്റ്റിംഗ് നമുക്കൊരു പക്ഷെ ഉണ്ടായേക്കാം. അതൊരിക്കലും മോശമായ കാര്യമല്ല. ദാറ്റ് ഈസ് വെരി ഗുഡ്. അതുണ്ടാകണം. അതെന്താണ്? അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള വേദനയുടെ പ്രതിഫലനമാണ് ഫാസ്റ്റിംഗ്. അവിടെ ആ ഉപവാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള വലിയ ഒരു അഭിവാഞ്ച നമുക്കുണ്ടാകും. എന്നാൽ അതല്ല ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന നിലയിലുള്ള ഫാസ്റ്റിംഗ്. സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ, ദൈവം എന്നെ ഭരമേൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്താണോ ആ ദൗത്യം നിർവഹിക്കാൻ ഞാൻ മച്വർ ആകേണ്ടതിന് വേണ്ടി, ഞാൻ പക്വതയുള്ളവനാകേണ്ടതിന് വേണ്ടിയുള്ള എൻ്റെ ഫാസ്റ്റിംഗ് ആണ് ഉപവാസത്തിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ എന്നെ രൂപാന്തരപ്പെടുത്താനാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തേത് എന്താണ്? എനിക്ക് ഉപവസിക്കാതിരിക്കാൻ കഴിയത്തില്ല, കാര്യം ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു. എൻ്റെ മനസ്സ് മുഴുവൻ വേദനിക്കുന്നതായ ഒരു സ്റ്റേജ്. ദാറ്റ് ഈസ് വൺ തിങ്. അത് ഞാൻ ഒരിക്കലും എതിര് പറയത്തില്ല. പക്ഷെ രണ്ടാമത്തെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചേഞ്ച് ഉണ്ടാകാനാണ്, എനിക്ക് വ്യത്യാസം ഉണ്ടാകാൻ, എന്നെ ഒരുക്കാൻ. ഇപ്പൊ നെഹമയ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയാമോ? നെഹമയായുടെ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ദൈവം യഥാസ്ഥാപനത്തിനുള്ള ഒരു നടുനായകത്വം വഹിക്കുവാൻ അവനെ ഒരുക്കുകയാണ്. അതുപോലെ ദൈവം എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു അത് ചെയ്യാൻ കഴിയേണ്ടതിന് എന്നെ തന്നെ ഒരുക്കാൻ ഞാൻ ഫാസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഉപവാസവും ആത്മതപനവും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആത്മതപനം എന്ന വാക്ക് അവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ആത്മതപനം, അഫ്ലിക്റ്റിംഗ് മൈ സോൾ. 69-ാം സങ്കീർത്തനം 10-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ നോമ്പ് 3-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു, നീ എന്താണ് ശ്രദ്ധിക്കാത്തത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നു, നീ നോക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്നു. ആത്മതപനം, അഫ്ലിക്റ്റിംഗ് അവർ സോൾ. ഫാസ്റ്റിങ്ങിന്റെ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ് നമ്മുടെ ആത്മാവിലുള്ള കാര്യങ്ങളുടെ തപനം എന്ന് പറയുന്നത്. ആത്മതപനം എന്ന് പറയുമ്പോൾ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല. വാട്ട് ഈസ് ഇൻസൈഡ് യു, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ ബേൺ ചെയ്യുന്നതായ ഒരു സ്റ്റേജ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നതായ ദൈവികമല്ലാത്ത സകലത്തിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരവസരമാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടുതൽ കോപമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉപവാസം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ പറയും, ഉപവാസം എടുക്കുമ്പോൾ, ഞാനൊരിക്കൽ സെമിനാരിയിൽ ഇവിടെ KUTS ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു പെന്തിക്കോസിലെ ഒരു പാസ്റ്ററുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം പുള്ളി ഫാസ്റ്റിങ്ങിന്റെ ദിവസം കൂട്ടുകാരുമായിട്ടെല്ലാം വഴക്കം ഉണ്ടാക്കും. കൂട്ടുകാർക്കെല്ലാം ഭയങ്കര പേടിയാണ് ഫാസ്റ്റിംഗ്. പുള്ളിക്ക് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. അപ്പോൾ മർദ്ദമാക്കാരനും CSI കാരനും ഒക്കെ പറയും, അച്ഛാ ആ പുള്ളി നിങ്ങളുടെ പാസ്റ്റർ ഭയങ്കര ഫാസ്റ്റിംഗ് ഒക്കെയാണ് കേട്ടോ, ഞങ്ങൾക്ക് പേടിയാണ്, അവിടെ ജീവിക്കാൻ തന്നെ പേടിയാണ്. കാര്യം പിന്നെ ഒരു രക്ഷയില്ല. അപ്പൊ ഈ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഇത്രയും കോപമൊക്കെ കൂടി വരുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത്? പലപ്പോഴും ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് കോപമൊക്കെ കൂടി വരാറില്ലേ? ഉണ്ട് ഇല്ലേ?
ദാറ്റ് ഈസ് നാച്ചുറൽ. അതങ്ങനെ സംഭവിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ ചിന്തകളിലെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ ആത്മാവിൽ കിടക്കുന്ന ഏത് കാര്യവും ഉയർന്നു വരുമ്പോൾ അത് സബ്സൈഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ചില മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ഭക്ഷണം. അപ്പോൾ നമുക്ക് കോപം വരുന്ന സമയത്ത്, നമ്മൾ കോപം വരുമ്പോൾ നീ 10 വരെ എണ്ണണോ അല്ലെങ്കിൽ 100 വരെ എണ്ണണോ എന്ന് പറയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, ആ സമയം കൊണ്ട് ഇതെന്ത് ചെയ്യുന്നു, സബ്സൈഡ് ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ കോപത്തെയും നമ്മുടെ അധമമായ വികാരങ്ങളെയും നമ്മുടെ ജഡികമായ ഇച്ഛകളെയും ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊണ്ടും TV കണ്ടും പത്രം വായിച്ചും ഫോണിൽ കൂടെ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അങ്ങ് താഴ്ത്തി കളയുന്നുണ്ട്, അമക്കി കളയുന്നുണ്ട്. പക്ഷെ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഇവിടെ പലപ്പോഴും ആൾക്കാർ ആകെപ്പാടെ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇല്ലേ? ഫാസ്റ്റിങ്ങിന്റെ സമയത്തും സീരിയൽ മുടക്കത്തില്ല, ഫാസ്റ്റിങ്ങിന്റെ സമയത്തും പത്രം മുടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫാസ്റ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ്. ഭക്ഷണത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്നതല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്റെ സ്പിരിച്വൽ ഡിസിപ്ലിനെ തടസ്സപ്പെടുത്തുന്നതായ സകല കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നതാണ്. ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഇമ്മ TV കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതന്നെ ദൈവം എന്തുവാ, ദൈവത്തെ കളിപ്പിക്കണം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ഇല്ലേ? അങ്ങനെ ടെലിവിഷനും കണ്ട് പട്ടിണി ഇരുന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്നതിനേക്കാളും നല്ലത് മാന്യമായിട്ട് വല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിനൊന്നും ദൈവത്തിന് അത്രയും വലിയ വിരോധമൊന്നുമില്ല. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ അബ്സ്റ്റെയിനിങ് ഫ്രം എവറിഥിങ് ദാറ്റ് ഹിൻഡേഴ്സ് മീ ടു എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എന്നെ തടസ്സപ്പെടുത്തുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ ആത്മിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നതാണ്. എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, എമി കാർമൈക്കിൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. നിങ്ങൾ വഴി നടന്ന് നിങ്ങൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ കൈക്ക് തട്ടിയപ്പോഴത്തേക്ക് വെള്ളം മറിഞ്ഞ് താഴെ വീണപ്പോൾ ചെളിവെള്ളമാണ് വീണതെങ്കിൽ തട്ടിയോനെ കുറ്റം പറയരുത്. കണ്ടാൽ തെളിനീരായിരുന്നെങ്കിലും അതിനകത്ത് എന്തോ അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മണ്ണ് അടിഞ്ഞു കിടന്നത് കൊണ്ടാണ് തട്ടിയപ്പോൾ പുറത്തു പോയത്. ശരിയല്ലേ? ആണല്ലോ. എന്നതുപോലെ നമ്മളിങ്ങനെ അനങ്ങാതെ പോകുന്ന സമയത്ത് പല സമയത്തും എന്താണെന്നറിയാമോ, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് പുറത്തു വരാറില്ല. എന്നാൽ ആരെങ്കിലും ഒന്ന് തട്ടുമ്പോഴാണ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം പുറത്തു വരുന്നത്, അല്ലേ? സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ബ്രദറെ എന്ന് പറയാൻ നമുക്കൊരു പ്രയാസവും ഇല്ല. കർത്താവിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് തന്നെ. എന്നാൽ നമ്മൾ ബസ് കയറാൻ അങ്ങോട്ട് കയറി നിൽക്കുന്ന കൂട്ടത്തിൽ ഞാനാണ് ക്യൂ നിന്ന് ബസ് കയറുന്ന, അതിനകത്ത് എനിക്ക് സന്തോഷം. എനിക്ക് ക്യൂ നിൽക്കാതിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യൂ നിന്ന് ബസ് കയറാൻ തുടങ്ങുമ്പോൾ, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഴ്സ് അല്ലയോ, ഒരുത്തൻ ഒരു വലിയ സ്യൂട്ട് കേസും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇടിച്ച് എന്നെ ക്യൂവിൽ നിന്ന് തള്ളി മാറ്റി അവന്റെ ഷൂ ഇട്ട് കാലയിലൊന്ന് അരച്ച് ഞാൻ എടുത്തടിച്ച് താഴെ വീണു. ഞാൻ എണീക്കുന്നതിന് മുമ്പേ ഡബിൾ ബെല്ലടിച്ച് വണ്ടി വന്ന് പോയെന്ന് വെച്ചു. അന്നേരം സഭാഹോളിൽ ഇരുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം സ്തോത്രം സ്തോത്രം, കർത്താവേ സ്തോത്രം എന്ന് ഞാൻ പറയൂ? പറയത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്നതായ അധമ വികാരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തത്തക്ക രീതിയിലുള്ള ഒരു സാമൂഹിക പരിതസ്ഥിതി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാനൊരു ആത്മീകനാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ആത്മാവിലുള്ള കളങ്കങ്ങൾ പുറത്തു വരുന്നില്ല. അതുകൊണ്ട് എന്താണ്, എന്നും ഈ ചെളി അടിഞ്ഞു കിടക്കുന്നവനായി തന്നെ ഞാൻ കഴിയും. ഇനി ഞാൻ സഭായോഗത്തിന് പുറത്തു പോകുന്നില്ല, സഭാഹോളിന് പുറത്തു പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യത്തിന് പുറത്തു പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കാലയിൽ ഒരുത്തൻ ഷൂ ഇട്ട് അരയ്ക്കണം, എന്നാലേ അറിയത്തുള്ളൂ. അതറിയാനൂടെയാണ് പലപ്പോഴും ദൈവം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്നതല്ലേ. ചില ആളുകൾ പറയും, ഞാൻ പറഞ്ഞാണോ, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന് വെച്ചാൽ എന്താ, ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയാൻ എവിടുന്നാ ഉണ്ടായിരുന്നത്. അപ്പൊ ഉള്ളിൽ കിടന്നത് കൊണ്ടല്ലേ പുറത്തു വന്നത്, അല്ലേ? റൈറ്റ്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനാലും അവൻ വിധിക്കപ്പെടും. നിസാര വാക്കിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് ഒരു കാര്യം. Man shall be judged by every careless words he speak. അതിന്റെ അർത്ഥം നമ്മളിങ്ങനെ പറയും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് ഉദ്ദേശിച്ചത് എന്നറിയാമോ, ഒരു മനുഷ്യൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയുന്നത് അവന്റെ കെയർഫുൾ വേർഡ്സ് കൊണ്ടല്ല, അവന്റെ കെയർലെസ് വേർഡ്സ് കൊണ്ടാണ്. ഞാൻ പറയുന്ന കെയർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഞാൻ ആരാണെന്നുള്ളത് തെളിയിക്കുന്നില്ല. ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നത് ഞാൻ പറയുന്ന കെയർലെസ് വേർഡ്സാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും പാസ്റ്ററും കൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക.
അങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളേർ, ഞങ്ങൾക്ക് നല്ല ഇച്ചിരി വിശാലമായ ഒരു മുറ്റമുണ്ട്. അപ്പോൾ പിള്ളേർ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നു, അയലോക്കത്തെ പിള്ളേരെല്ലാം കൂടെ. അപ്പോൾ ഇവൻ പന്തടിച്ച കൂട്ടത്തിൽ ഗ്ലാസ് പൊട്ടിച്ച് പന്ത് വന്ന് ഞങ്ങളുടെ സിറ്റിംഗ് റൂമിൽ അകത്ത് വന്ന് കിടക്കുക, വീണ് കിടക്കുക. അപ്പോൾ ഈ ചെറുക്കൻ ആകപ്പാടെ പേടിച്ചു, ഇങ്ങനെ വന്ന് ബാറ്റും പിടിച്ച് ഇങ്ങനെ നിൽക്കുക, അടുത്ത് എന്തോ കേൾക്കാൻ പോകുന്നത് എൻ്റെ വായിൽ നിന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതെന്നറിയാമോ, മോനെ ടോമി, എടാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ വളരെ സൂക്ഷിച്ച് കളിക്കണമെന്ന്, കണ്ടില്ലേ ടിൻറ്റഡ് ഗ്ലാസ്സാണ് മോനെ, ഇനി ഇതിൻ്റെ അതേ കളറുള്ള ഗ്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോരം പ്രയാസമാണ് ഇല്ലേ. അപ്പോട്ടെ സാരമില്ല, നീ വന്ന് പന്തെടുത്തോണ്ട് പൊക്കോ എന്ന് ഞാൻ അവനോട് പറയുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞത്? പാസ്റ്റർ അടുത്തിരിക്കുന്നതുകൊണ്ടാ. പാസ്റ്റർ അവിടെ ഇല്ലായിരിക്കണമായിരുന്നു, ഞാനെന്താ പറയുന്നു എന്നുള്ളത് അന്നേരം അറിയാമായിരുന്നു. അപ്പോൾ പാസ്റ്റർ അടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ കെയർഫുൾ വേർഡ്സ് ആണ്. ഞാൻ വളരെ കെയർഫുള്ളാണ് എൻ്റെ വാക്കുകളിൽ, ഇല്ലേ. ഞാൻ കെയർലെസ് ആയിട്ട് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എൻ്റെ യഥാർത്ഥ വാക്ക്, അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ ഹൃദയം. അതാണ് എൻ്റെ ആത്മാവിലുള്ളത്. അതുകൊണ്ടാണ് ഉപവാസത്തോട് ചേർന്ന് ആത്മതപനം വേണം. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതായ എൻ്റെ അധമ വികാരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ കത്തിച്ച് കളയാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. ആത്മതപനമില്ലാതെ ഉപവാസം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന, അല്ലെ പിന്നെ ഉപവാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഉപവാസമല്ല വേദപുസ്തകത്തിന്റെ ഉപവാസം. വേദപുസ്തകത്തിന്റെ ഉപവാസം ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈസിസ്, ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എന്തും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രതിസന്ധി ആയിരിക്കും, ബിസിനസ്സിലെ തകർച്ചയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, ജപ്തി നോട്ടീസ് ആയിരിക്കും, എന്തും ആയിക്കോട്ടെ. ദെൻ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു സ്റ്റേജ്. അതല്ലെങ്കിൽ ഞാൻ തീരുമാനമെടുക്കുന്ന ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ, 3 ദിവസത്തെ ഒരു ഉപവാസം, ആ ഉപവാസത്തിൽ ആത്മതപനം നടക്കണം. അല്ലെങ്കിൽ ആ ഉപവാസം കൊണ്ട് ഒരു പ്രയോജനവും. ഉപവാസവും ആത്മതപനവും ഒരുമിച്ച് പോകണം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാത്തിനെയും പുറത്തെടുത്ത് കളയാനായിട്ട് എനിക്ക് കഴിയണം. എന്നാൽ ഈ പ്രവാസത്തിൻ്റെ കാലത്തിന് ശേഷം, പ്രവാസകാലത്ത് അവരെല്ലാം ഉപവസിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസകാലത്ത് അവരുടെ മനസ്സിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്ന ഒരു പ്രധാന കാര്യമാണ് അവരുടെ പിതാക്കന്മാരുടെ പട്ടണം നഷ്ടപ്പെട്ട് കിടക്കുന്നുള്ളത്. പ്രവാസാനന്തര കാലത്ത് ഉപവാസമുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലത്തെല്ലാം എന്താണ് പരീശൻ പറയുന്നത്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ആ ഉപവാസം അവൻ ക്രൈസിസിലെ ഫാസ്റ്റിങ്ങുമല്ല, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ള നിലയിലുമല്ല, അത് ഒരു ആചാരം എന്ന നിലയിലാണ്. കാര്യം ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കണമെന്നുള്ളത് അവരങ്ങ് ഒരു ആചാരമാക്കി വെച്ചു. അതിനേക്കാൾ കൂടുതൽ ഉപവസിക്കുന്നവൻ കൂടുതൽ ഭക്തൻ. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, 1 ദിവസമല്ല 2 വട്ടം. അപ്പോൾ ഒരു ആചാരമായി ആളുകൾ ഉപവസിക്കുന്ന സമയത്ത് യേശുക്രിസ്തു വന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരാരും എന്ത് ചെയ്തില്ല? ഉപവസിച്ചില്ല. ആൾക്കാർ ചോദിച്ചു, ഉപവസിക്കാത്തവൻ എന്തോ ആത്മീയനാടാ. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട്, പരീശന്മാർ ഉപവസിക്കുന്നുണ്ട്, നീ വലിയ കൂടി ആത്മീയം പറഞ്ഞിട്ട് നിന്റെ ശിഷ്യന്മാരെന്നെ ഉപവസിക്കാതെ? കർത്താവ് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് അവർ എൻ്റെ കൂടെ ആയതുകൊണ്ടാ. എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ മണവാളൻ അവരെ വിട്ടുപോകുന്ന സന്ദർഭം വരും, അപ്പോൾ അവര് ഉപവസിക്കും. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ടത് ആവശ്യമില്ല. യേശു കർത്താവിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മായുന്നു, മറയുന്നു, എനിക്കതിന് കുറവ് വരുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉപവസിച്ചോണം. കൃപ
നിറവായി നിൻ കൃപ തരണേ. But